സംസ്ഥാനത്തെ വൈദ്യുതി അപകടങ്ങളിൽ യോഗം വിളിച്ച വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാളെ 11 മണിക്ക് ഓൺലൈനായി യോഗം ചേരും. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വൈദ്യുതി അപകടങ്ങളിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരത്ത് ചെയ്യുന്നു. അലക്സ്, അക്കമട്ട് എണ്ണി ഓരോ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാനാകും. ഈ അനാസ്ഥയുടെ പിഴവ് കൊണ്ട് നഷ്ടപ്പെട്ട ജീവിതങ്ങളെക്കുറിച്ച് എന്ത് നടപടിക്കാണ് ഇപ്പോൾ ഒരു യോഗം ചേർന്നിരിക്കുന്നത്? ഇനിയെങ്കിലും നമുക്ക് നല്ലത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ഉണർന്ന് പ്രവർത്തിക്കുമോ KCB? സുഹൈല, കഴിഞ്ഞ ദിവസങ്ങളിൽ നാലു പേരുടെ ജീവനാണ്, അതായത് പൊതുജനങ്ങളായ 4 പേരുടെ ജീവനാണ് സംസ്ഥാനത്തെ വൈദ്യുതി അപകടങ്ങളിൽ പൊലിഞ്ഞത്. അതിൽ നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ചത് ഈ കൊല്ലം തേവലക്കരയിലെ 13 വയസ്സുകാരൻ്റെ ജീവനൊപ്പം കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ജോലിക്ക് ശേഷം കാറ്ററിംഗ് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് പോകവേ ഷോക്കേറ്റ് മരിച്ച 19 വയസ്സുകാരൻ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരിച്ച വീട്ടമ്മ, ഇങ്ങനെ തുടങ്ങി 4 മരണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വൈദ്യുതി അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ അപകടങ്ങളുടെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിന് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടൊരു യോഗം വിളിച്ചിരിക്കുന്നു, അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നതതല യോഗമാണ്, ഓൺലൈൻ യോഗമാണ്. നാളെയാണ് ഈ യോഗം ചേരുന്നത്. നാളെ രാവിലെ 11 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. വൈദ്യുതി വകുപ്പിലെയും ഒപ്പം KSEBിലെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി അവർ പറയുന്നത് ഈ അപകടങ്ങളുടെ കാരണങ്ങൾ വിശകലനം ചെയ്യുക, ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഹ്രസ്വകാല ദീർഘകാല നടപടികളും മറ്റനുബന്ധ വിഷയങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത് എന്നതാണ്. എന്താണെങ്കിലും വൈദ്യുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് തേവലക്കരയിലടക്കം ഇനിയും വൈദ്യുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ പോലും നടപടികളിലേക്ക് കടക്കും എന്ന സൂചന നിലനിൽക്കുമ്പോഴാണ് ഈ യോഗങ്ങളുടെ ഒരു പ്രസക്തി എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെങ്കിലും നാളെ രാവിലെ 11 മണിക്കാണ് ഈ യോഗം. ഓൺലൈനായാണ് യോഗം ചേരുക. സുഹൈൽ.